ഹലോ എവ്രി വൺ, വെൽക്കം ടു എജു പ്ലസ്. നമ്മളിന്ന് സെക്കൻഡ് സെം സൈക്കോളജിയിലെ യൂണിറ്റ് 5 ക്രിയേറ്റിംഗ് എ ഫെസിലിറ്റേറ്റീവ് ലേണിംഗ് എൻവയോൺമെൻ്റ് ആണ് ഇന്ന് റിവൈസ് ചെയ്യാൻ പോണത്. അതിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ആദ്യം തന്നെ പറയുന്നത് ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്താണെന്നാണ്. നമ്മൾ പഠിക്കാനിരിക്കുന്ന ആ സാഹചര്യത്തിനെയാണ്, ആ സ്ഥലം, ആ പരിതസ്ഥിതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുക. അത് ഫിസിക്കലാവാം, സൈക്കോളജിക്കലാവാം, സോഷ്യലാവാം, പെഡഗോഗിക്കലാവാം, ടെക്നോളജിക്കലൊക്കെ ആവാം. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാതും, ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ക്ലാസ് റൂം മാത്രമല്ല ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ്. അവിടെ നമുക്ക് നടക്കുന്ന സോഷ്യലായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒരു ലേണിംഗ് എൻവയോൺമെൻ്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി, നമ്മുടെ ഇമോഷൻസ്, സൈക്കോളജിക്കലായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ലേണിംഗ് എൻവയോൺമെൻ്റ് ആണ്. ഇനി അതിൽ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മാതിരി തന്നെ ക്ലാസ് റൂമുകൾ, അതിലുള്ള ബെഞ്ച്, മേശ, ഡെസ്ക്, ഇപ്പോൾ ഫാൻ ഉണ്ടെങ്കിൽ അത്, ലൈറ്റ്, ടെമ്പറേച്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷനാണ്. ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലേണിംഗ് സിറ്റുവേഷനിലുള്ള നമ്മുടെ ഇൻട്രാക്ഷൻസ്, ടീച്ചറും കുട്ടികളും തമ്മിലാവാം, ടീച്ചറും അല്ലെങ്കിൽ കുട്ടികളും തമ്മിലാവാം, കുട്ടികളും മറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും മറ്റ് സ്റ്റാഫും തമ്മിൽ, അങ്ങനെയൊക്കെയുള്ള ഇൻട്രാക്ഷനാണ് ഈ സോഷ്യൽ എൻവയോൺമെൻറ്റിൽ വരിക. സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടിവേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പഠിക്കാൻ എത്രത്തോളം മോട്ടിവേറ്റഡ് ആണ് നമ്മുടെ ആ ലേണിംഗ് എൻവയോൺമെൻറ്റ് എത്രത്തോളം മോട്ടിവേറ്റഡ് ആണെന്ന്, എങ്ങനത്തെ ഇമോഷൻസ് ആണ് നമ്മുടെ ആ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ വരുന്നത്, അതൊക്കെയാണ് ഈ സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റിൽ വരിക. അടുത്തത് കൾച്ചറൽ എൻവയോൺമെൻറ്റ് ആണ്. കൾച്ചറൽ എൻവയോൺമെൻറ്റിൽ നമ്മുടെ വാല്യൂസ്, ബിലീഫ്സ്, കസ്റ്റംസ്, നമ്മൾ എന്തൊക്കെ പ്രാക്ടീസസുകളാണ് നമ്മുടെ ലൈഫിലുള്ള, എന്തൊക്കെ പ്രാക്ടീസസുകളാണുള്ളത്, അതൊക്കെയാണ് കൾച്ചറൽ എൻവയോൺമെൻറ്റിൽ വരിക. ഇനി ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിക്കൽ ടൂൾസ്. ഇപ്പോൾ ഈ പറയുന്ന മാതിരി നിങ്ങൾ PPT വെച്ച് ക്ലാസ് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വെച്ചിട്ട്, വെർച്വൽ റിയാലിറ്റികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്ലാസ്സുകൾ പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടോ, അങ്ങനത്തെ എന്തൊക്കെയാണ് നിങ്ങളുടെ ലേണിംഗ് സിറ്റുവേഷനിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ്, അതൊക്കെയാണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ വരിക. ഇനി പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്താ? നമ്മൾ കേട്ട് നമുക്ക് പരിചയമുള്ളൊരു വേർഡാണല്ലേ, ഒരു കാര്യമാണ് പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. എല്ലാം നമ്മുടെ ലേണിംഗ് എൻവയോൺമെൻറ്റ് എല്ലാം പോസിറ്റീവ് ആയിരിക്കണം. വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് പറയാം. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിലെ ടീച്ചേഴ്സ് വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളവരാണ്. നമ്മൾ പേടിപ്പെടുത്തുന്ന ടീച്ചേഴ്സ് അല്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുക. നമുക്ക് പഠിക്കാൻ, നമ്മുടെ ലേണിംഗ് സ്റ്റൈലിനനുസരിച്ചിട്ടുള്ള പഠിക്കാനുള്ള സ്ട്രാറ്റജീസും മെത്തേഡ്സും ഒക്കെ ടീച്ചറും അഡോപ്റ്റ് ചെയ്യുക. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുക. സ്ട്രക്ചർ ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പോസിറ്റീവ് സെൻസിൽ തന്നെ അവൈലബിൾ ആവുന്ന ആ ഒരു സാഹചര്യത്തിനാണ് നമ്മൾ പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സ്ട്രെങ്ത്തിനെയും വീക്ക്നെസ്സിനെയും ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിനാണ്, ലേണിംഗ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിനാണ് നമ്മൾ പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയാം. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്റ്റുഡൻസ് ഫീൽ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ സെക്യൂരിറ്റി. ഫിസിക്കൽ ആയാലും ഇമോഷണൽ ആയാലും ഒരു സെക്യൂരിറ്റി, നമുക്കൊരു നല്ലൊരു സുരക്ഷിത ബോധം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ടീച്ചേഴ്സിനായാലും കുട്ടികൾക്കായാലും ഒരു ഫ്രീ എക്സ്പ്രഷൻ, അവർക്ക് സ്വന്തം കാര്യം പറയാനും സ്വന്തം നിലപാടുകളിൽ എടുക്കാനൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു ഫ്രീഡം ഉള്ളൊരു സാഹചര്യമായിരിക്കും. അതേപോലെ കുട്ടികൾ ഇൻക്ലൂഡഡ് ആയിട്ടും ഇൻസ്പയർഡ് ആയിട്ടും എംപവേർഡ് ആയിട്ടൊക്കെ തോന്നുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന, എല്ലാവരും ഒരേപോലെ ഇൻസ്പയർ ചെയ്യുന്നൊക്കെ ഒരു ക്ലാസ് റൂം ആയിരിക്കും പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. അതേപോലെ നമ്മൾ വരുന്ന കാസ്റ്റ്, റിലീജിയൻ, ജെൻഡർ, എബിലിറ്റി, അതിനൊന്നും എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യാണ്ട്, അതിലൂടെ ഒന്നൊരു ഡിസ്ക്രിമിനേഷനും ചെയ്യാണ്ട് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ലേണിംഗ് എൻവയോൺമെൻറ്റ് ആയിരിക്കും. അതേപോലെ ലേണേഴ്സ് എല്ലാവരും, നമ്മൾ ഇൻക്ലൂഷൻ പറഞ്ഞ മാതിരി തന്നെ എല്ലാവരും ആസ് ദേ ആർ, അവരങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ടീച്ചേഴ്സ് ആയാലും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയാലും ഒക്കെ ആക്സെപ്റ്റ് ചെയ്യും. കുട്ടികൾ എങ്ങനെയാണോ അവർ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന, ആ ഡൈവേഴ്സിറ്റീനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ ആണ് പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ നല്ലൊരു റാപ്പോയും ട്രസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. കുട്ടികൾക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന സ്ഥലമായിരിക്കും. അതേപോലെ കുട്ടികളുടെ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലുള്ള ഒരു പാർട്ടിസിപ്പേഷനൊക്കെ നല്ല മികച്ച ഒരു പാർട്ടിസിപ്പേഷനൊക്കെ ഉള്ളൊരു സാഹചര്യമായിരിക്കും ഈ പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലേണിംഗ് എൻവയോൺമെൻറ്റിനെ തന്നെ ഫോർമലും ഇൻഫോർമലും ലേണിംഗ് എൻവയോൺമെൻറ്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫോർമൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നമ്മുടെ സ്കൂളും കോളേജും ഒക്കെ ഉള്ള ക്ലാസ് റൂമൊക്കെ ഉള്ള പോലത്തെ അതിനെയാണ് നമ്മൾ ഫോർമൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുക. ഇൻഫോർമൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എവറിഡേ ലൈഫ് സെറ്റിങ്സ് ആണ്. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഉള്ള നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നിമിഷം ഞാനും ഇവിടുന്ന് ഓരോ കാര്യം പഠിക്കുന്നുണ്ട്. നമ്മൾ ഓരോ സമയത്തും ഓരോന്ന് പഠിച്ചെടുക്കുന്നുണ്ട്. അതാണ് ഈ ഇൻഫോർമൽ ലേണിംഗ് എൻവയോൺമെൻറ്റ്. സ്കൂളിലോ കോളേജിലോ പോയി പഠിക്കണ മാതിരിയല്ല.
ഫോമൽ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ ഒരു സിലബസും കരിക്കുലോ ഒക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും. പക്ഷേ ഇൻഫോർമലിൽ വരുമ്പോഴോ അങ്ങനെ ഫിക്സഡ് ആയിട്ടൊരു കരിക്കുലോ സിലബസോ അതൊന്നുമില്ല. നമ്മൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ്. ഫോമൽ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. നിങ്ങൾ BEd കോഴ്സ് നിങ്ങൾ പഠിച്ചു പാസ്സായി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ കോഴ്സ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞു, അതിന് നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആയി എന്നൊക്കെ ഉള്ളൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ ഇൻഫോർമൽ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ ചിലപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റുകളേക്കാൾ വിലയുള്ള കാര്യങ്ങളായിരിക്കും പഠിക്കേണ്ടത്. പക്ഷെ അവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് കിട്ടില്ല. പിന്നെ ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കും? ടീച്ചർ ലെഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഫോർമൽ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ. ഇൻഫോർമൽ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ പലരിൽ നിന്നാണ് നമ്മൾ പഠിക്കുക. പക്ഷെ നമ്മളൊരു സെൽഫ് ഇനീഷ്യേഷൻ, നമ്മൾ സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ്. പല കാര്യങ്ങളും നമുക്ക് ചുറ്റും സംഭവിക്കുമെങ്കിലും നമ്മൾ വേണം അത് തീരുമാനിക്കാൻ. നമ്മൾക്ക് എന്ത് അതിൽ നിന്ന് പഠിക്കേണ്ട എന്നൊക്കെയുള്ള കാര്യം നമ്മളാണ് തീരുമാനിക്കുക ഇൻഫോർമൽ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ. പിന്നെ അതേപോലെ തന്നെ ഫോമൽ ലേണിംഗ് എൻവയോൺമെൻറ്റിലൊരു ഇവാലുവേഷൻ ഉണ്ടാവും. ടെസ്റ്റും എക്സാമും ഒക്കെ വെച്ചിട്ടൊരു ഇവാലുവേഷൻ ഉണ്ടാവും. പക്ഷേ ഇൻഫോർമൽ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ എന്തുണ്ടാവില്ല? ഒരു ഫോമലായിട്ടുള്ളൊരു ഇവാലുവേഷനൊന്നും ഉണ്ടാവില്ല ഇൻഫോർമൽ ലേണിംഗ് ഇതിൽ. പക്ഷെ സാധാരണഗതിയിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ ഇല്ലയെന്നേ ഉള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ ഇവാലുവേഷൻ നടക്കുന്നത് നമ്മുടെ ഡെയിലി ലൈഫിലാണ്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നമ്മളെ ജഡ്ജ് ചെയ്യായിരിക്കും അല്ലേ? പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്, ഇൻഫോർമൽ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ ഈ പറഞ്ഞ മാതിരി ഒരു പേപ്പറും പേന എടുത്തിട്ടുള്ള പരീക്ഷകളൊന്നുമില്ല. പിന്നെ ഇൻട്രാക്ഷൻസ് എങ്ങനെയായിരിക്കും? ഫോമൽ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ കുട്ടികളും കുട്ടികളും തമ്മിലൊക്കെയുള്ള ഇൻട്രാക്ഷൻ ആയിരിക്കും. ഈ ഇൻഫോർമൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യില്ലേ? നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ അവർ, ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ, പിന്നെ സൊസൈറ്റിക്ക് ഇറങ്ങി അങ്ങനെ വേറെയുള്ള ആൾക്കാരാണെങ്കിൽ അവരൊക്കെ ആയിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യും. ഫോമൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് ഹൈലി സ്ട്രക്ചേർഡ് ആയിരിക്കും. പക്ഷേ ഇൻഫോർമൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഒരു ഫിക്സഡ് ഷെഡ്യൂളോ അങ്ങനെ സ്ട്രക്ചറോ ഒന്നുമില്ല. നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നെ ഫോമൽ നമ്മൾ പറഞ്ഞു ക്ലാസ് റൂമും ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്, നമ്മുടെ ക്ലാസ്സുകൾ അങ്ങനെ നടക്കുന്ന സ്കൂളിൽ കോളേജിലൊക്കെ നടക്കുന്നതാണ് ഫോമൽ ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഇൻഫോർമൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് സ്റ്റഡി, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസുകളൊക്കെയാണ് ഇൻഫോർമൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെയാണ് ഹോം ലേണിംഗ് എൻവയോൺമെൻറ്റും സ്കൂൾ ലേണിംഗ് എൻവയോൺമെൻറ്റ്, ക്ലാസ് റൂം ലേണിംഗ് എൻവയോൺമെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഇതിൽ ഹോം ലേണിംഗ് എൻവയോൺമെൻറ്റ് ഇൻഫോർമൽ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ വരുന്നതും സ്കൂൾ ലേണിംഗ് എൻവയോൺമെൻറ്റ്, സ്കൂൾ ആൻഡ് ക്ലാസ് റൂം ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്താണ്, ഫോർമൽ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഹോം ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്താ വരിക? അവിടെ ഒരു ഫോർമൽ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവില്ല, ഫ്ലെക്സിബിൾ ആയിരിക്കും, കരിക്കുലം ഉണ്ടാവില്ല, സിലബസ് ഉണ്ടാവില്ല, ഇവാലുവേഷൻ ഉണ്ടാവില്ല. നമ്മൾ സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഹോം ലേണിങ്ങിലൊക്കെ നടക്കുക. അവിടെ ഒരു ടീച്ചർ ലെഡ് ആയിട്ടല്ല, നമ്മളായിട്ട് പഠിക്കുന്നു. പിന്നെ നമ്മൾ നമ്മുടെ ചുറ്റും വരുന്ന ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹോം ലേണിംഗ് എൻവയോൺമെൻറ്റിൽ വരിക. ഇനി സ്കൂൾ ആൻഡ് ക്ലാസ് റൂം ലേണിംഗ് എൻവയോൺമെൻറ്റ് എടുത്തു കഴിഞ്ഞാലോ, സ്കൂൾ ആൻഡ് ക്ലാസ് റൂം ലേണിംഗ് എൻവയോൺമെൻറ്റ് എടുക്കുമ്പോൾ അവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള കരിക്കുലം ഉണ്ടാവും, സിലബസ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടായിരിക്കും, കുറച്ചും കൂടെ ഒരു റിജിഡ് ആയിരിക്കും. ഈ സ്കൂൾ ആൻഡ് ക്ലാസ് റൂം ലേണിംഗ് എൻവയോൺമെൻറ്റ് ഇന്ന സമയത്ത് കോഴ്സ് തുടങ്ങുന്നു, അത് ഇന്ന സമയത്ത് അവസാനിക്കുന്നു. അതിൽ ഇവാലുവേഷൻ സിസ്റ്റങ്ങളുണ്ട്, ടെസ്റ്റുകളും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളും എക്സാമിനേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഹോം ലേണിംഗ് എൻവയോൺമെൻറ്റിൽ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ അവിടെ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലും അങ്ങനെ കുട്ടികളും തമ്മിലൊക്കെയാണ് ഈ സ്കൂൾ ആൻഡ് ക്ലാസ് റൂം ലേണിംഗ് എൻവയോൺമെൻറ്റിൽ ഇൻട്രാക്ഷൻസ് ഒക്കെ നടക്കുക. മിക്കവാറും ടീച്ചേഴ്സ് തന്നെയാണ് അവിടെ, ടീച്ചേഴ്സും അങ്ങനത്തെ റിസോഴ്സ് പേഴ്സൺസും ഒക്കെയാണ് ക്ലാസ്സുകൾ നടത്തുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സ്കൂൾ ക്ലാസ് റൂം ലേണിംഗ് എൻവയോൺമെൻറ്റിൽ വരിക. അപ്പോൾ ഇത് ആലോചിച്ചാൽ മതി. ഹോം ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് തന്നെയാണ്. സ്കൂൾ ആൻഡ് ക്ലാസ് റൂം ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോമൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് ആണ്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ടീച്ചിങ് സ്ട്രാറ്റജീസ് ആണ്. ടീച്ചിങ് സ്ട്രാറ്റജീസ് ആർ ദ മെത്തേഡ്സ്, ടെക്നിക്സ് ആൻഡ് അപ്രോച്ചസ് യൂസ്ഡ് ബൈ എഡ്യൂക്കേറ്റേഴ്സ് ടു ഫെസിലിറ്റേറ്റ് ലേണിംഗ് ആൻഡ് എൻഹാൻസ് അണ്ടർസ്റ്റാൻഡിങ്. കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ എൻഹാൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ ഒരു ടീച്ചർ ഉപയോഗിക്കുന്ന മെത്തേഡ്സ്, എയ്ഡ്സ്, ടെക്നിക്സ്, അപ്രോച്ചസ്, ഇതിനൊക്കെയാണ് നമ്മൾ ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്ന് പറയാം. ഇപ്പോൾ ടീച്ചിങ് സ്ട്രാറ്റജീസിന് എക്സാമ്പിൾസ് ആണ് ഒന്ന് ലെക്ചറിങ് മെത്തേഡ്. ഇപ്പോൾ ഈ പറയുന്ന മാതിരി ലെക്ചർ ചെയ്യുന്നത് എന്താണ്, ഒരു ടീച്ചിങ് സ്ട്രാറ്റജിയാണ്. ചില ടോപ്പിക്കുകൾ ലെക്ചർ മെത്തേഡ് കൂടെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ചിലത് ഡിസ്കഷൻസ് ഉണ്ടാവും, കുട്ടികളും ഗ്രൂപ്പ് ഡിസ്കഷൻസ്, കുട്ടികളുടെ മാത്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻസ് കൊടുക്കാം. ടീച്ചറും കുട്ടികളും തമ്മിൽ, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ആളെ, റിസോഴ്സ് പേഴ്സണൊക്കെ കൊണ്ടുവന്നിട്ട് അവരുമായിട്ട് വെച്ചിട്ടൊരു ഡിസ്കഷൻ നടത്താം. അതേപോലെ ഗ്രൂപ്പ് വർക്കുകൾ കൊടുക്കാം കുട്ടികൾക്ക്.
അവരുടെ ഒരു കൊളാബറേഷനും കോപ്പറേറ്റീവ് ആയിട്ടുള്ള ലേണിംഗ് ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഗ്രൂപ്പ് വർക്ക് കൊടുക്കാം. അതൊരു ടീച്ചിങ് സ്ട്രാറ്റജീസ് ആണ്. അതുപോലെ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നത് അതൊരു ടീച്ചിങ് സ്ട്രാറ്റജീസ് ആണ്. നമ്മൾ കുട്ടികൾക്ക് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം നൽകുന്നത് ഒരു ടീച്ചിങ് സ്ട്രാറ്റജിയാണ്. ഇതിൻ്റെ എയിംസ് എന്തൊക്കെയാണ് വരുന്നത്? ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യണം. നമ്മൾ ലോജിക്കലായിട്ട് അനലിറ്റിക്കലായിട്ട് ആലോചിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ടീച്ചിങ് സ്ട്രാറ്റജീസ്. അതേപോലെ പ്രോബ്ലം സോൾവിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. കൊളാബറേഷൻ, കൂട്ടത്തിൽ കൂടിയിരുന്ന് വർക്ക് ചെയ്യുക, പഠിക്കുക, അതിനെയൊക്കെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഡൈവേഴ്സ് നീഡ്സിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഓരോ കുട്ടികളും തമ്മിൽ ഓരോ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ കുട്ടികളൊക്കെ തമ്മിൽ. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെ നീഡിനെ അനുസരിച്ചിട്ട് ടീച്ചിങ് സ്ട്രാറ്റജീസ് മാറ്റാനും എല്ലാവരുടെ ആവശ്യങ്ങൾ നീഡ്സ് കാറ്റർ ചെയ്യുന്ന രീതിയിലുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അഡ്രസ് ഡൈവേഴ്സ് നീഡ്സ് ആണ്. എൻഹാൻസ് ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യും. എപ്പോഴും ഈ ലെക്ചർ മെത്തേഡ് ഒരു ടീച്ചർ വന്ന് ബുക്ക് നോക്കി വായിക്കുക, അങ്ങനെ വായിച്ചേ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. എല്ലാ ടോപ്പിക്കും അങ്ങനെയാണ് ചെയ്യണമെങ്കിൽ അതിന് പകരം ഒരു ദിവസം നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി, അല്ലെങ്കിൽ അടുത്തൊരു ടോപ്പിക് വരുമ്പോൾ ഒരു റോൾ പ്ലേ നടത്തി, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് കൂടുന്തോറും നമ്മുടെ ലേണിങ്ങിനെ അത് എൻഹാൻസ് ചെയ്യും. അതേപോലെ നമ്മുടെ എൻഗേജ്മെൻറ്റിനെ നമ്മൾ കൂടുതൽ ഇൻവോൾവ് ചെയ്യും പഠിക്കുന്ന കാര്യത്തിൽ. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് കൂടുന്തോറും നമ്മൾ കൂടുതൽ എൻഗേജ്ഡ് ആയിരിക്കും. ഇനി ഇതെങ്ങനെയൊക്കെയാണ് നടക്കണതെന്നാണ് നമ്മൾ ഒരു ഫ്യൂച്ചേഴ്സ് ഇതിൽ നോക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ടീച്ചിങ് സ്ട്രാറ്റജീസ് ഇതാക്കുന്നതെന്നാണ് നോക്കുന്നത്. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ? ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഒക്കെ ഒരു എറയാണ് ഇപ്പോൾ. അപ്പോൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് ഓരോ കുട്ടികളും തമ്മിൽ. അപ്പോൾ അവരെയൊക്കെ എല്ലാവരുടെ ആവശ്യങ്ങളും നിറവേറ്റുന്ന തരത്തിൽ കുറേയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡിഫറൻസസുകൾ അനുസരിച്ചിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് മാറ്റി കൊടുക്കുകയാണ്. അതാണ് ഈ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓരോ ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ച് നമ്മൾ ടീച്ചിങ് സ്ട്രാറ്റജീസ് മാറ്റി കൊടുക്കുക. ഇനി എൻഹാൻസ് റിട്ടൻഷൻ. നമ്മൾ ഡൈവേഴ്സ് ആയിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുമ്പോൾ വേറെ ടീച്ചിങ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഓർമ്മയിൽ അത് കുറേ കാലം നിൽക്കും. ഇപ്പം ഞാനിങ്ങനെ മൊണോട്ടോണസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു വ്യത്യാസം വരുന്നില്ല. അതിനിടയ്ക്ക് ഞാൻ 4 ക്ലാസ് ഇതേപോലെ ലെക്ചർ മെത്തേഡ് നടത്തി, അടുത്തത് ഞാനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ നമ്മുടെ റിട്ടൻഷൻ കൂടാനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ടീച്ചിങ് സ്ട്രാറ്റജീസ് മാറി ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ലതാണ്. പിന്നെ അതേപോലെ 21st സെഞ്ച്വറി സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ സ്കില്ലുകളൊക്കെ, അങ്ങനത്തെ 21st സെഞ്ച്വറി സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. ടീച്ചിങ് സ്ട്രാറ്റജീസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് അഡാപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കും. അതേപോലെ ചേഞ്ചിങ് നീഡ്സിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ സഹായിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു 21st സെഞ്ച്വറി സ്കിൽസ് എന്നൊക്കെ, അതിനൊക്കെ അനുസരിച്ച് നമ്മളെ മോൾഡ് ചെയ്തെടുക്കാനൊക്കെ ഈ ടീച്ചിങ് സ്ട്രാറ്റജീസ് ഡിഫറെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എൻഗേജ്മെൻറ്റ് വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പ് വർക്ക് കൊടുക്കുക, ഗ്രൂപ്പായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുക. അപ്പോൾ തന്നെ കുട്ടികളെ ഒപ്പം ഇരുന്ന് ചെയ്യല്ലേ, അപ്പോൾ തന്നെ അവർക്കൊരു ഇൻട്രസ്റ്റ് വരും. പിന്നെ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്, അവർക്ക് ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ, പഠിക്കാനുള്ള അണ്ടർസ്റ്റാൻഡിങ് നടത്താനുള്ള ഒരു അവസരമൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവും. ഡിസ്കഷൻസ് നടത്തുക. അതേപോലെ മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻസ് ഒക്കെ വീഡിയോ കാണിച്ചിട്ടോ, ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെർച്വൽ റിയാലിറ്റി കൂടെ അങ്ങനെയൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് കൂടും, അവർ മോർ എൻഗേജ്ഡ് ആവും. ഇനി എങ്ങനെയൊക്കെയാണ് ലേണിംഗ് ഔട്ട്കംസിനെ അത് എഫക്റ്റ് ചെയ്യുക ടീച്ചിങ് സ്ട്രാറ്റജീസ്? നമ്മുടെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യും. ഒബ്വിയസ്ലി ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യും. ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ബോറടിയുടെ വിഷയങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ നമ്മുടെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യും. ഡൈവേഴ്സ് നീഡ്സിനെ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ടീച്ചിങ് സ്ട്രാറ്റജീസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരുടെയൊക്കെ ആവശ്യങ്ങൾ കണക്കിലെടുക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡൈവേഴ്സ് ആയിട്ടുള്ള നീഡ്സിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പ്രൊമോട്ട് എൻഗേജ്മെൻറ്റ്, കുട്ടികളെ പിടിച്ചെടുത്താൻ വേണ്ടിയിട്ട്, അവരെ ഇൻവോൾവ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ടീച്ചിങ് സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിക്കുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള. അപ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രൊമോട്ട് എൻഗേജ്മെൻറ്റ്, കുട്ടികളുടെ എൻഗേജ്മെൻറ്റിനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇനി ടീച്ചിങ് സ്ട്രാറ്റജീസ് എങ്ങനെയൊക്കെയാണ് ഫ്യൂച്ചറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? കൊളാബറേഷൻ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു 21st സെഞ്ച്വറി സ്കിൽസ്, അതിൽ വരുന്നതാണ് ഇതൊക്കെ. കൊളാബറേഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക, കൂട്ടത്തിൽ കൂടി വർക്ക് ചെയ്യാനും പഠിക്കാനും അങ്ങനെ ഒരു സോഷ്യലൈസിങ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഒരു 21st സെഞ്ച്വറി സ്കില്ലാണ്, അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഗ്രൂപ്പ് വർക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഗ്രൂപ്പിലൊന്നും മിണ്ടാണ്ടിരുന്നാൽ നമ്മൾ പുറകിലായി പോവുക, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ
ചിലപ്പോൾ ആദ്യമായിട്ട് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുമ്പോൾ പിന്നെ അത് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഗ്രൂപ്പ് വർക്കൊക്കെ വീണ്ടും വീണ്ടും ചെയ്തു വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യും, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യും, ടെക്നോളജി ഇൻ്റഗ്രേഷൻ അതൊക്കെ വർദ്ധിപ്പിക്കും. നമ്മൾ ഇന്നത്തെ ഒരു കാലത്തൊന്നും ടെക്നോളജി ബേസ്ഡ് ആയിട്ട് ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഒന്നും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെയൊക്കെ നിലനിൽപ്പ് ഭയങ്കര ബുദ്ധിമുട്ടിലാവും. അപ്പോൾ ടെക്നോളജി ഇൻ്റഗ്രേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ചെയ്യാനും ഒക്കെ ഈ ടീച്ചിങ് സ്ട്രാറ്റജീസ് സഹായിക്കും. അടുത്ത് നമുക്ക് പറയാനുള്ളതാണ് മോഡൽസ് ഓഫ് ടീച്ചിങ്. മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലേണിംഗ് തിയറീസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലേണിംഗ് തിയറീസ് എന്തിനാണ് പറയുന്നത്, ഒരാളുടെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, എങ്ങനെയൊക്കെ പഠിച്ചാൽ ലേണിങ്ങിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാം, ലേണിങ്ങിൻ്റെ ഓരോ കാര്യങ്ങളാണ് ഓരോ സമയത്തും അങ്ങനെ ലേണിങ്ങിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സുകളും ലേണിങ്ങിനെ എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ലേണിംഗ് തിയറീസ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സൈക്കോളജിസ്റ്റും റിസർച്ചേഴ്സും ഒക്കെ പണ്ടേ ഇങ്ങനെ ആലോചിക്കുകയാണ്, ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലേണിങ്ങിൻ്റെ ഏറ്റവും കോർ പില്ലർ എന്ന് പറയുന്നത് തന്നെ ടീച്ചിങ് ആണ്. എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളത് ലേണിങ്ങിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ നന്നായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, നല്ലൊരു ടീച്ചറുടെ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ലേണിങ്ങിനെ നല്ല രീതിയിൽ ബാധിക്കും. അത് നേരെ തിരിച്ചു ആവാട്ടോ. ഏറ്റവും മോശപ്പെട്ട ക്ലാസ്സിലിരിക്കുമ്പോൾ അത്രയും ആ കുട്ടികൾക്ക് ആ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം തന്നെ പോവുകയും ചെയ്യാം. അപ്പോൾ ടീച്ചിങ്ങിന് ലേണിങ്ങിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ടീച്ചിങ്ങിനെ പറ്റി പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ഫ്രെയിം വർക്കുകളും ഇല്ല. ടീച്ചിങ്ങിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, ടീച്ചിങ്ങിനെ നല്ല രീതിയിലാക്കാൻ വേണ്ടി, ടീച്ചിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സുകളെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന അങ്ങനെയുള്ള ഒരു കാര്യമില്ല. അപ്പോൾ അതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ടീച്ചിങ് മോഡൽസ് എന്നുള്ളൊരു കാര്യം, ടീച്ചിങ്ങിനെ പറ്റി പറയുന്ന ഒരു ഫ്രെയിം വർക്ക് എന്നുള്ള രീതിയിലാണ് ടീച്ചിങ് മോഡൽ എന്നുള്ളൊരു കാര്യം ഡെവലപ്പ് ചെയ്ത് വന്നത്. ടീച്ചിങ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടീച്ചിങ് മോഡലും ഒരു ലേണിംഗ് തിയറീനെ ബേസ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. ഓരോ ടീച്ചിങ് മോഡലും അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോളൊക്കെ ഉണ്ടായിരിക്കും ഓരോ ടീച്ചിങ് മോഡലിനും. അത് ഒരു സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിട്ടുള്ള അപ്രോച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ടീച്ചിങ് മോഡൽസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. According to Bruce Joyce and Marsha Weil, teaching models are just instructional designs. They describe the process of specifying and producing particular environmental situations which cause the student to interact in such that specific change occurs in his behavior. ഇവരെന്താ പറയുന്നത്, ബ്രൂസ് ജോയ്സും മാഷ വെയിലും പറയുന്നത് ടീച്ചിങ് മോഡൽസ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻസ് തന്നെയാണ്. എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള അതിനുള്ള ഒരു ഡിസൈൻ, ഇൻസ്ട്രക്ഷണൽ ഡിസൈൻസ് തന്നെയാണ്. അവരെന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻസിനെ പറ്റിയിട്ടാണ് അവർ പറയുന്നത്. ആ സിറ്റുവേഷനുമായിട്ട് കുട്ടികൾ, ആ എൻവയോൺമെൻറ്റൽ സിറ്റുവേഷനുമായിട്ട് കുട്ടികൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരിലുണ്ടാകുന്നു, കുട്ടികളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബിഹേവിയർ ചേഞ്ച് ഒക്കെ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് എങ്ങനെ ഒരു ടീച്ചർക്ക് സെറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ടീച്ചിങ് മോഡലിൽ പറയുന്നത്. ഒരു പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റിൽ കുട്ടികൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ ലേണിംഗ് എൻവയോൺമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞു, ഫിസിക്കലായിട്ടുള്ള, സൈക്കോളജിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള ഒക്കെ ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്നുണ്ട്. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ഡിഫറെൻറ്റ് ടീച്ചിങ് സ്ട്രാറ്റജീസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, മോഡൽസും മെത്തേഡ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റിൽ ഒരു കുട്ടി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ആ കുട്ടിയുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാവും. അങ്ങനെ ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ടീച്ചിങ് മോഡൽസിനെ പറ്റിയിട്ട് ബ്രൂസ് ജോയ്സും മാഷ വെയിലും പറഞ്ഞത്. ഇനി ടീച്ചിങ് മോഡൽസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് മേ ഹെൽപ്പ് എ ടീച്ചർ ടു ഡെവലപ്പ് ഹിസ് കപ്പാസിറ്റി ടു ടീച്ച് ലാർജർ നമ്പർ ഓഫ് ചിൽഡ്രൻ ആൻഡ് ക്രിയേറ്റ് കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ് ഫോർ ദർ ലേണിംഗ്. ഇപ്പോൾ ടീച്ചറിനെ എന്താണ് പറയുന്നത്, ഒരു ലാർജർ നമ്പർ ഓഫ് ചിൽഡ്രനെ അഡ്രസ്സ് ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ടുള്ള കൺഡ്യൂസീവ് ആയിട്ടുള്ള, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ടീച്ചറെ സഹായിക്കും ഈ ടീച്ചിങ് മോഡൽസ്. അതുപോലെ ഇറ്റ് മേ ഹെൽപ്പ് കരിക്കുലം മേക്കേഴ്സ് ടു പ്ലാൻ ലേണിംഗ് സെൻറ്റേർഡ് കരിക്കുലം വിച്ച് പ്രൊവൈഡ്സ് എ വെറൈറ്റി ഓഫ് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസ് ടു ചിൽഡ്രൻ. അതേപോലെ കരിക്കുലം മേക്കേഴ്സിനെ എന്ത് ചെയ്യണം, ഒരു ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള കരിക്കുലം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് അത്രയും ഒരു എക്സ്പീരിയൻസസ്, എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസ് പ്രൊവൈഡ് ചെയ്യുന്ന ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യാനൊക്കെ കരിക്കുലം ഡെവലപ്പേഴ്സിനെ സഹായിക്കും. ഇറ്റ് മേ ഹെൽപ്പ് ടു ക്രിയേറ്റ് മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് എഫക്റ്റീവ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ആൻഡ് ലേണിംഗ് റിസോഴ്സസ്. കരിക്കുലം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസും ലേണിംഗ് സോഴ്സസും ഒക്കെ ഉണ്ടാക്കാനും സഹായിക്കും ഈ ടീച്ചിങ് മോഡൽസ്. ഇറ്റ് മേ സ്റ്റിമുലേറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ and better forms and opportunities for education that will replace the schools of today.
അതേപോലെ ഇപ്പം നിലനിൽക്കുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള സ്കൂൾ സിസ്റ്റത്തിനെയൊക്കെ മാറ്റി പുതിയ തരത്തിലുള്ള പുതിയ ചിന്താരീതിയിലൊക്കെ ഉള്ള സ്കൂൾ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ സഹായിക്കും. ഇറ്റ് മേ ഹെൽപ്പ് ടു മേക്ക് ദ ക്ലാസ് എ ഷെയർഡ് എൻവയോൺമെൻറ്റ്. ക്ലാസ് റൂം ഒരു ഷെയർഡ്, ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഒരു ഷെയർഡ് എൻവയോൺമെൻറ്റ് ആക്കാനൊക്കെ ടീച്ചിങ് മോഡൽസ് സഹായിക്കും. ഇറ്റ് മേ ഹെൽപ്പ് ടു ഫോർമുലേറ്റ് കോംപ്രിഹെൻസീവ് തിയറി ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിൻ്റെ ഒരു കോംപ്രിഹെൻസീവ്, ടീച്ചിങ്ങിൻ്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കോംപ്രിഹെൻസീവ് തിയറി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ടീച്ചിങ് മോഡൽസ് സഹായിക്കും. ഇനി ഇതിൻ്റെ കീ കൺസെപ്റ്റ്സിൽ എന്തൊക്കെയാണ് വരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ടീച്ചിങ് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള ടീച്ചിങ്ങിനെ പറ്റി പറയുന്ന അതിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് ടീച്ചിങ് മോഡൽ. ടീച്ചിങ് മോഡൽസിൽ ഓരോ ടീച്ചിങ് മോഡലും എന്തായിരിക്കും, ഒരു പ്രത്യേക ലേണിംഗ് തിയറീനെ ബേസ് ചെയ്ത് ഒരു സ്പെസിഫിക് ഗോൾ അറ്റൈൻ ചെയ്യാന്നുള്ള രീതിയിലാണ് ഓരോ ടീച്ചിങ് മോഡലും നിലനിൽക്കുന്നുണ്ടാവുക. ഇനി അതിൻ്റെ കുറച്ച് കമ്പണൻസ് ഉണ്ട്. അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള കമ്പണൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പറയുന്നത് ഫോക്കസ് ആണ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് മോഡലിൻ്റെ ഒബ്ജക്റ്റീവ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ടീച്ചിങ് മോഡലിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ടീച്ചിങ് മോഡലിന് നമ്മൾ പറയുന്ന ടീച്ചിങ് മോഡലിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന്, അതാണ് അതിൻ്റെ സെൻട്രൽ ആയിട്ടുള്ള കമ്പണൻറ്റ്. സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീച്ചിങ് മോഡൽ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ്. ടീച്ചിങ് മോഡൽ വെച്ചിട്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഏതൊക്കെ സ്റ്റെപ്പ് കൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. അതിൻ്റെ ഓർഡറൊക്കെയാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. സോഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രാക്ഷനാണ്. ടീച്ചറും കുട്ടികളും തമ്മിലൊക്കെ ഉള്ള മ്യൂച്വൽ റിലേഷൻഷിപ്പിനെയാണ് സോഷ്യൽ സിസ്റ്റം അഡ്രസ്സ് ചെയ്യുന്നത്. ഓരോ ടീച്ചിങ് മോഡലിലും പറയുന്ന റിലേഷൻഷിപ്പ്. ചിലതിൽ ടീച്ചേഴ്സ് ആയിരിക്കാം പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക ചില ടീച്ചിങ് മോഡൽസിൽ സ്റ്റുഡൻസ് ആവാം. ചിലതിൽ മ്യൂച്വലായിട്ട് രണ്ട് പേരും ടീച്ചേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും മ്യൂച്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇനി സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ടീച്ചിങ് മോഡൽ വെച്ചിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സഹായങ്ങളെയാണ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയാം. നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജീസ് ആവാം, ടീച്ചിങ് ലേണിംഗ് എയ്ഡ്സ് ആവാം, അങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയാം. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള റെസ്പോൺസസുകൾ എന്തൊക്കെയാണ്, ക്ലാസ് റൂമിലുള്ള ടീച്ചർ കുട്ടികൾ തമ്മിലുള്ള റെസ്പോൺസസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ. ഇൻസ്ട്രക്ഷണൽ എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആ ടീച്ചിങ് മോഡൽ വഴി പഠിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന എഫക്റ്റാണ് ഇൻസ്ട്രക്ഷണൽ എഫക്ട്സ്. നർച്ചറൻ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തൊക്കെ എഫക്റ്റുകളാണ് കുട്ടികളിൽ ഉണ്ടാകുന്നത്. ആ ടീച്ചിങ് മോഡൽ വഴി നമ്മളൊരു സ്പെസിഫിക് ടോപ്പിക്കൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണെന്നുള്ളതാണ് നർച്ചറൻ്റ് എഫക്ട്സ്. ഇനി ഇതിൽ വരുന്ന ഫാമിലീസ് ഓഫ് ടീച്ചിങ് മോഡലാണ്. അപ്പോൾ നമ്മൾ ടീച്ചിങ് മോഡൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓരോ പലതരത്തിലുള്ള ടീച്ചിങ് മോഡൽസ് ഉണ്ട്. അപ്പോൾ ഒരേ സ്വഭാവത്തിൽ വരുന്ന ടീച്ചിങ് മോഡൽസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തു. അങ്ങനെ ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫാമിലി എന്ന് പറയുക. ഒരു ഫാമിലി ടീച്ചിങ് മോഡൽ എന്ന് പറയാം. മേജറായിട്ട് നമുക്ക് 4 ഫാമിലീസ് ഓഫ് ടീച്ചിങ് മോഡലാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയാണ്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ എങ്ങനെയാണ് ഒരു കുട്ടി ഒരു ഇൻഫർമേഷനെ ഒരു സ്റ്റിമുലസിനെ ഒരു ഇൻഫർമേഷനെയൊക്കെ കളക്ട് ചെയ്യുക, അതിനെ റിസീവ് ചെയ്യണത് എങ്ങനെയാണ്, അതിനെ പ്രോസസ്സ് ചെയ്യണത്, അതിനെ ഓർഗനൈസ് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യണത്, അതിൽ നിന്ന് സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ നടക്കുന്നത്. എങ്ങനെയാണ് ഒരു കുട്ടി ഇൻഫർമേഷനെ റിസീവ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടീച്ചിങ് മോഡൽസാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ വരുന്നത്. അതിൻ്റെ പർപ്പസസ് എന്തൊക്കെയാണ്? മാസ്റ്ററിങ് ദ മെത്തേഡ്സ് ഓഫ് എൻക്വയറി. മാസ്റ്ററിംഗ് എന്നാണ് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എൻക്വയറി എന്നുള്ള മെത്തേഡ് നമ്മുടെ അന്വേഷണാത്മകതയൊക്കെ വർദ്ധിപ്പിക്കാനാണ് ഇത്തരം ടീച്ചിങ് മോഡൽസ് ഉപയോഗിക്കുക. ഡെവലപ്പിംഗ് ദ സ്കിൽ ഓഫ് പ്രോസസ്സിംഗ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അതേപോലെ നമ്മുടെ ലോജിക്കൽ തിങ്കിങ് എബിലിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു പർപ്പസ് വരുന്നത്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയുടെ പർപ്പസ് വരുന്നത്. ഇനി ഈ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ടീച്ചിങ് മോഡൽസ് ഏതൊക്കെയാണ്? ജെറോം എസ് ബ്രൂണറുടെ കൺസെപ്റ്റ് അറ്റൈൻ മോഡലുണ്ട്, ഹിൽഡ ടാബയുടെ ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡലുണ്ട്, ജെ റിച്ചാർഡ് സച്ച്മാൻ്റെ ഇൻക്വയറി ട്രെയിനിങ് മോഡലുണ്ട്, ഡേവിഡ് ഓസിബലിൻ്റെ അഡ്വാൻസ് ഓർഗനൈസർ മോഡലുണ്ട്, പ്രെസ്ലി, ലെവിൻ ആൻഡ് ആൻഡേഴ്സൺ അവർ ഡെവലപ്പ് ചെയ്ത നിമോണിക്സ് മോഡലുണ്ട്, കോൾബർഗും സീഗലും പിയാഷയും കൂടി ഡെവലപ്പ് ചെയ്ത കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് മോഡലുണ്ട്, ജോസഫ് ഷ്വാബിൻ്റെ സയൻറ്റിഫിക് ഇൻക്വയറി മോഡലുണ്ട്, ബിൽ ഗോർഡൻ്റെ സിനറ്റിക്സ് മോഡലുണ്ട്. അടുത്തത് പറയാനുള്ളത്
പേഴ്സണൽ ഫാമിലിയാണ്. പേഴ്സണൽ ഫാമിലിയിൽ വരുന്നത് എങ്ങനെയാണ് ഒരു ലേണറുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, അതിനൊക്കെയാണ് ഫോക്കസ് കൊടുക്കുന്നത്. അതാണ് സെൻട്രൽ മെയിൻ എയിം എന്ന് പറയുന്നത്. ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ബിഹേവിയർ ചേഞ്ചസ് എങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ടീച്ചിങ് മോഡൽസ്. ഈ ഫാമിലിയിൽ ദ പേഴ്സണൽ ഫാമിലി എന്നുള്ള ആ ഫാമിലിയിൽ വരുന്ന ടീച്ചിങ് മോഡൽസ് ഇതിനെയാണ് ഡീൽ ചെയ്യുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെയാണ് ഡീൽ ചെയ്യുന്നത്. അതിൻ്റെ പർപ്പസസുകൾ എന്തൊക്കെയാണ്? ടു ഇൻക്രീസ് ദ സ്റ്റുഡൻസ് സെൻസ് ഓഫ് സെൽഫ് വർത്ത്. നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, നമ്മുടെ ഒരു സെൽഫ് വർത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ എപ്പോഴും നമ്മൾ തീരെ ഇൻഫീരിയർ ആയിട്ട് വിചാരിക്കാണ്ട് എന്നാൽ സുപ്പീരിയർ അല്ല, നമ്മൾ വർത്തിയാണെന്നുള്ള തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ടീച്ചിങ് മോഡൽസ് ആണ് ഇതിലുണ്ടാവുക. ടു ഹെൽപ്പ് ദ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദംസെൽസ് മോർ ഫുള്ളി. കുട്ടികളെ സ്വന്തം അവർക്ക് അവരെ തന്നെ മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ടു റിഫൈൻ ദയർ ഇമോഷൻസ്. കുട്ടികളുടെ ഇമോഷൻസ് ഒക്കെ റിഫൈൻ ചെയ്യണം, ഒന്നും കൂടെ ഒക്കെ പരുവപ്പെടുത്തി എടുക്കാൻ, ഇമോഷൻസിനെയൊക്കെ പാകപ്പെടുത്തി എടുക്കാൻ സഹായിക്കാൻ. അതേപോലെ ടു ഫോസ്റ്റർ ദ സ്റ്റുഡൻസ് ക്രിയേറ്റിവിറ്റി. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഫോസ്റ്റർ ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് ഈ പേഴ്സണൽ ഫാമിലി എന്ന് പറയുന്നത്. അവിടെ വരുന്ന ടീച്ചിങ് മോഡൽസ് ഏതൊക്കെയാണ്? നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ ഉണ്ട്, കാൾ റോജേഴ്സിൻ്റെ. എൻഹാൻസിങ് സെൽഫ് എസ്റ്റീം മോഡൽ, അബ്രഹാം മാസ്ലോ. അവയർനെസ് ട്രെയിനിങ് മോഡൽ, വില്യം ഷെറ്റ്സ് ആൻഡ് ജോർജ് ബ്രൗൺ. ക്ലാസ് റൂം മീറ്റിംഗ് മോഡൽ, വില്യം ഗ്ലേഷ്യർ. ഇനി അടുത്തത് വരുന്നത് സോഷ്യൽ ഫാമിലിയാണ്. സോഷ്യൽ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പുകൾ, നമ്മുടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. എങ്ങനെയൊക്കെയാണ് നമ്മളൊരു സമൂഹത്തിൽ പെരുമാറുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിഹേവിയർ കിടക്കുന്നത്, അതിനെയൊക്കെ പറ്റി ഡീൽ ചെയ്യുന്ന ടീച്ചിങ് മോഡൽസാണ് സോഷ്യൽ ഫാമിലിയിൽ വരുന്നത്. അതിൻ്റെ പർപ്പസുകളാണ് ടു ട്രെയിൻ സ്റ്റുഡൻസ് വർക്ക് ടുഗെദർ. കുട്ടികൾ ഒരുമിച്ച് പഠിക്കാൻ, ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവരെ ട്രെയിൻ ചെയ്യുക, കൂട്ടത്തിൽ കൂടാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ടീച്ചിങ് മോഡലാണ് ഈ സോഷ്യൽ ഫാമിലി എന്ന് പറയുന്നത്. ടു ഡെവലപ്പ് സ്കിൽസ് ഫോർ മെയിൻറ്റെയിനിങ് ഹ്യൂമൻ റിലേഷൻസ്. അതേപോലെ ഹ്യൂമൻ റിലേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണം, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടുക, മറ്റുള്ളവരെ പറ്റിയിട്ടൊരു അങ്ങനെയൊക്കെയുള്ളൊരു വിചാരം ഉണ്ടല്ലോ, നമ്മൾ ഒറ്റയ്ക്കായി എന്നുള്ളതല്ലാണ്ട് കൂട്ടത്തിൽ കൂടിയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാനും പെരുമാറാനും അവരെ പറ്റി കുറച്ചും കൂടി എംപത്തറ്റിക് ആവാനും അങ്ങനെയൊക്കെയുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ടീച്ചിങ് മോഡൽസ് ആണ് ഇതിൽ വരുന്നത്. ടു ഇൻകൾക്കേറ്റ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ വാല്യൂസ്. പേഴ്സണലും സോഷ്യലുമായിട്ടുള്ള വാല്യൂസ് ഒക്കെ ഇൻകൾക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫാമിലിയാണ് സോഷ്യൽ ഫാമിലി. ഇനി ഇവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടീച്ചിങ് മോഡൽസ് ആണ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ ബൈ ജോൺ ഡ്യൂയി, ഹെബർട്ട് തെലൻ. റോൾ പ്ലേയിങ് മോഡൽ ഫാനി ആൻഡ് ജോർജ് ഷാഫൽ. Jurisprudential Inquiry Model by Donald Oliver, James P. Shaver. Laboratory Training Model by National Training Laboratory. Social Simulation Model by Thalan and Oliver Shaver. ഇത്രയാണ് അതിൽ വരുന്ന ടീച്ചിങ് മോഡൽസ് എന്ന് പറയുന്നത്. നാലാമത്തെ ഫാമിലി എന്ന് പറയുന്നത് ബിഹേവിയർ സിസ്റ്റംസ് ഫാമിലി എന്നുള്ളതാണ്. അവിടെ നമ്മുടെ വിസിബിൾ ആയിട്ടുള്ള ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്തുന്ന തരത്തിലുള്ള ടീച്ചിങ് മോഡൽസ് ആണ് ബിഹേവിയർ സിസ്റ്റംസ് ഫാമിലിയിൽ വരിക. അതിൻ്റെ പർപ്പസ് എന്തൊക്കെയാണ്? ടു ഡെവലപ്പ് ദ കോമ്പിറ്റൻസി ടു അഡോപ്റ്റ് ബിഹേവിയർ സ്റ്റൈൽസ് അപ്രോപ്രിയേറ്റ് ടു ഗിവൺ സിറ്റുവേഷൻ. നമ്മളൊരു പ്രത്യേക സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ, നമുക്കൊരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുക, സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനൊക്കെ ഉള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക. ടു ലേൺ സ്ട്രാറ്റജീസ് ഫോർ സെൽഫ് കൺട്രോൾ ത്രൂ ഓപ്പറൻറ്റ് മെത്തേഡ്സ്. അതേപോലെ സെൽഫ് കൺട്രോളിനുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് ചില നേരത്തൊക്കെ ചിലപ്പോൾ ഭയങ്കര ഒരു പബ്ലിക് പ്ലേസിലൊക്കെയോ നല്ല ദേഷ്യമൊക്കെ വരിക, അത് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സെൽഫ് കൺട്രോളുകൾ അതൊക്കെ നമ്മൾ അടക്കി പിടിച്ചിരിക്കേണ്ടി വരും. ചിലപ്പോൾ നല്ല സന്തോഷം വരുമ്പോൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന സ്ഥലമായിരിക്കും എന്നില്ല. അപ്പോൾ നമ്മൾക്കൊരു സെൽഫ് കൺട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുക. ടു മാസ്റ്റർ ദ ടെക്നിക്സ് ഫോർ സ്ട്രെസ് റിഡക്ഷനുള്ള ടെക്നിക്കുകളൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക. അതൊക്കെയാണ് ബിഹേവിയർ സിസ്റ്റംസ് ഫാമിലിയിൽ വരുന്ന ടീച്ചിങ് മോഡൽസിൻ്റെ പർപ്പസ്. ഈ ഫാമിലിയിൽ എന്തൊക്കെയാണുള്ളത്? മാസ്റ്ററി ലേണിംഗ് മോഡൽ ഉണ്ട്, ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ. കണ്ടിൻജൻസി മാനേജ്മെൻറ്റ് മോഡൽ ഉണ്ട്, സ്കിന്നറുടെ. സോഷ്യൽ ലേണിംഗ് മോഡൽ ഉണ്ട്, ആൽബർട്ട് ബന്ദൂരയുടെ. സിമുലേഷൻ മോഡൽ ഉണ്ട്, കാൾ സ്മിത്ത് ആൻഡ് മേരി സ്മിത്തിൻ്റെ. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡൽ ഉണ്ട്, ടോം ഗുഡ് ആൻഡ് അതേഴ്സ് ഡെവലപ്പ് ചെയ്തത്. ഇത്രയാണ് നമ്മുടെ ടീച്ചിങ് മോഡൽസിൽ വരുന്നത്. ഇനി നമുക്ക് ലേണിംഗ് ഇൻ ഗ്രൂപ്പ്സ് ആണ് പഠിക്കാനുള്ളത്. ലേണിംഗ് ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഗ്രൂപ്പായിട്ട് ഇരുന്ന് പഠിക്കുക, കുട്ടികളുടെ കൂടെ നമ്മൾ ഷെയർ ചെയ്ത് നമുക്കുള്ള അറിവുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്കുള്ള അറിവുകൾ നമ്മൾ എടുക്കുക. കുറച്ചും കൂടെ നമ്മളൊരു ജനാധിപത്യ രീതിയിൽ മറ്റുള്ളവർ പറയുന്നതും കൂടെ ഒക്കെ കേൾക്കാൻ ഞാനേ എന്നുള്ള ഭാവമൊക്കെ വിട്ടിട്ട് എല്ലാവരും കൂടെ കൂട്ടത്തിലിരുന്ന് ഒരു ഷെയറിങ് മെൻറ്റാലിറ്റിയുടെ കൂടെ ഒക്കെ പഠിക്കുന്നതൊക്കെയാണ് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടിയാണ് നമ്മൾ ഗ്രൂപ്പായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എല്ലാവർക്കും അറിയണതാണ് ഗ്രൂപ്പായിട്ട് ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളത്. ഗ്രൂപ്പ് വർക്കൊക്കെ കൊടുത്താൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്കറിയണതാണ്. സ്പോർട്സ് ടീമുകൾ, ക്ലബ്ബുകൾ, ക്ലാസ്സുകൾ, വർക്ക് പ്ലേസസ്, ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളാണ്.
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗ്രൂപ്പ് എന്തൊക്കെയാണ് പറയണത്? രണ്ടോ അതിലധികമോ ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും, അതിനൊരു കോമൺ ഗോളും കോമൺ കോഡ് ഓഫ് ബിഹേവിയർ ഉണ്ടായിരിക്കും, ഒരു കോമൺ ഐഡന്റിറ്റി ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു സ്പോർട്സ് ടീമിന് ഒരു കോമൺ ഐഡന്റിറ്റി ഉണ്ടായിരിക്കും, സ്പോർട്സ് ചെയ്യുക, അല്ലെങ്കിൽ ക്രിക്കറ്റ് ടീം ആണെങ്കിൽ അവർ ക്രിക്കറ്റ് കളിക്കുക, അങ്ങനെ ഒരു കോമൺ ഐഡന്റിറ്റി ഉണ്ടാവും. അപ്പോൾ അതിന് സെറ്റ് ആയിട്ടുള്ള ഒരു കോമൺ കോഡ് ഓഫ് ബിഹേവിയറും കോമൺ ഗോളും അതിനുള്ള ആൾക്കാരൊക്കെയാണ് ഉണ്ടാവുക. അതുമാതിരിയല്ല നമ്മൾ പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവുക, അവരുടെ ഐഡന്റിറ്റി വേറെ ആയിരിക്കും, അവരുടെ കോഡ് ഓഫ് ബിഹേവിയർ വേറെ ആയിരിക്കും, അവരുടെ ഗോൾ വേറെ ആയിരിക്കും. അപ്പോൾ ഓരോ ഗ്രൂപ്പിനനുസരിച്ചും ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതേപോലെ ഈ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ തമ്മിൽ എന്തായിരിക്കും, ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. ദർ ഈസ് എൻ ഇന്റർ ഡിപ്പെൻഡൻസ്, എല്ലാവരും തമ്മിൽ ഒരു പരസ്പരം സഹകരണവും ആശ്രയത്വം ഒക്കെ ഉണ്ടായിരിക്കും, ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ടായിരിക്കും, ഒരു ഫെല്ലോ ഫീലിംഗ് ഉണ്ടായിരിക്കും. നമ്മളൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒറ്റയ്ക്ക് നമ്മൾ എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ഫെല്ലോ ഫീലിംഗ് ഉണ്ടായിരിക്കും, ഒരു കളക്റ്റീവായിട്ടുള്ള ഫീലിംഗ്, നമ്മളെല്ലാവരും ഒന്നെന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറും ഓരോ ഗ്രൂപ്പിനും അതിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ നോംസ് ആൻഡ് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും, ഒരു റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ ടൈപ്സ് ആണ് പറയുന്നത്. ടൈപ്സ് ആദ്യത്തേത് പ്രൈമറി ഗ്രൂപ്പാണ്. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്, നമ്മുടെ ഫാമിലി, നമ്മുടെ പിയർ ഗ്രൂപ്പ് ഒക്കെ പോലുള്ള വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് പ്രൈമറി ഗ്രൂപ്പ്. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പ്രൈമറിയിൽ നിന്ന് കുറച്ചുകൂടെ വിട്ടു, ലെസ് കാഷ്വൽ ആയിട്ടുള്ള നമ്മളൊരു ട്രേഡ് യൂണിയനോ സോഷ്യൽ ഓർഗനൈസേഷനോ ഒക്കെ എടുത്താൽ അതൊരു സെക്കൻഡറി ഗ്രൂപ്പാണ്. ടേർഷ്യറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടെമ്പററി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരിക്കും. ഇപ്പോൾ നമ്മളൊരു തിയേറ്ററിൽ കൂടിയിരിക്കുന്ന ആൾക്കാർ, അവരൊക്കെ വളരെ ആ സിനിമ കാണാൻ സമയത്ത് എന്നുള്ള രീതിയിലുള്ള ഗ്രൂപ്പായിരിക്കും, ടെമ്പററി ആയിട്ടുള്ള. ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സെൻസ് ഓഫ് ലോയൽറ്റി ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഔട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായിരിക്കും, പക്ഷെ ഒരു സെൻസ് ഓഫ് ഇൻഡിഫറൻസ്, അവോയ്ഡൻസ്, ഡിസ്കസ്റ്റ്, കോമ്പറ്റീഷൻ, തമ്മിലൊരു പോരും മത്സരമൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് ഈ ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പെർമനന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള പിയർ ഗ്രൂപ്പ്, ഇതൊക്കെ പെർമനന്റ് ഗ്രൂപ്പുകളായിരിക്കും. ടെമ്പററി ഗ്രൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു, സെക്കൻഡറി ഗ്രൂപ്പൊക്കെ ടെർഷ്യറി ഗ്രൂപ്പൊക്കെ പറഞ്ഞ മാതിരി ഒരു സിനിമ തിയേറ്ററിൽ വരുന്ന ആൾക്കാരെ പോലെ, ഒരു ആക്സിഡന്റ് ഉണ്ടായി അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരെ പോലെയൊക്കെ വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഓപ്പൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വന്ന് ചേരാവുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഓപ്പൺ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത്. ക്ലോസ്ഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അവിടെ വെൽക്കമിങ് ആയിട്ടുള്ളൂ ഈ ക്ലോസ്ഡ് ഗ്രൂപ്പിൽ. ഇപ്പോൾ നമ്മൾ അഡോളസന്റ് ഗ്രൂപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പറ്റിയ, നമ്മളൊരു എൽഡർ ആയിട്ടുള്ള ഒരാളെയൊന്നും അവിടെ വെക്കില്ല, അവർക്ക് പറ്റിയ അഡോളസന്റ് ഏജിൽ വരുന്നതിന് അവർക്ക് പറ്റിയ തരത്തിലുള്ള ആൾക്കാരെ മാത്രമേ അവർ എടുക്കുള്ളൂ. അതൊക്കെയാണ് ഈ ക്ലോസ്ഡ് ഗ്രൂപ്പിൽ വരുന്നത്. ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ ആയിട്ടുള്ള നല്ല പ്ലാനിങ്ങോടും നല്ല സ്ട്രക്ചറൊക്കെ ആയിട്ടുള്ള ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഇപ്പോൾ നമ്മുടെ NSS യൂണിറ്റുകളൊക്കെ ഉള്ള പോലെ, കോളേജിലൊക്കെ ഉള്ള NSS യൂണിറ്റുകളൊക്കെ പോലെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ വെരി വെൽ പ്ലാൻഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് എന്ന് പറയുക. സ്പോണ്ടേനിയസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകളാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ആലോചനയും പ്ലാനിങ്ങും ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകളാണ് സ്പോണ്ടേനിയസ് ഗ്രൂപ്പുകൾ. ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില റൂൾസും സ്ട്രക്ചറും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക ഒരു ക്രൈറ്റീരിയ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വളരെ ഫോർമൽ ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് ഫോർമൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഇൻഫോർമൽ ഗ്രൂപ്പ് പറഞ്ഞാൽ വളരെ ഇൻഫോർമൽ ആയിട്ട് നമ്മളിപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു ഗ്യാങ് സെറ്റ് ചെയ്യണത്, ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്യണത് വളരെ ഇൻഫോർമൽ ആയിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് റൂൾസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല. അത് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഗ്രൂപ്പായിരിക്കും. അടുത്ത നമുക്ക് പറയാനുള്ളത് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. ഇപ്പം നേരത്തെ പറഞ്ഞത് അത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പുകൾ. ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഗ്രൂപ്പിലുള്ള ആൾക്കാർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്താണ്, ഇപ്പോൾ ഗ്രൂപ്പിൽ നമ്മളൊരു വർക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ ആണ് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ചില ഗ്രൂപ്പുകളുണ്ടല്ലോ പരസ്പരം സഹകരിക്കാണ്ട് വർക്ക് ചെയ്യാണ്ട്, ചില 1-2 പേര് അതിൽ വർക്ക് ചെയ്യും, അവർ മാത്രമായിട്ട് ആ വർക്ക് ചെയ്ത് വയ്ക്കും, ബാക്കിയുള്ള 4-5 പേര് ചെയ്യില്ല, അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകളുണ്ട്. ചില ഗ്രൂപ്പുകൾ ഒരു വർക്ക് കിട്ടുമ്പോഴേക്കും അതിനെ എത്ര ആളുണ്ടോ അത്രയും ആൾക്കാർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരും വർക്ക് ഡിവൈഡ് ചെയ്ത് ഒപ്പം ചെയ്ത് അതിനെ ഒറ്റ ഒരു റിസൾട്ടാക്കി ഔട്ട്പുട്ടാക്കി കൊണ്ടുവരുന്നത്. അങ്ങനെ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള വർക്ക് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ഒരു ഇന്റേണൽ നേച്ചർ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഗ്രൂപ്പ് ഡൈനാമിക്സിൽ പറയുന്നത്. ഗ്രൂപ്പ് കൊഹിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള ഗ്രൂപ്പ് ഡൈനാമിക്സ് പോലെ തന്നെയാണ് ഈ ഗ്രൂപ്പ് കൊഹിഷനൊക്കെ പറയണത്. ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു കൊഹിഷൻ എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ പോലെയൊക്കെയാണ്. അവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ എങ്ങനെയൊക്കെയാണ്, ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള ബോണ്ട് എങ്ങനെയൊക്കെയാണ്. നല്ല ബോണ്ടുള്ള നല്ല ഇൻട്രാക്ഷനും നല്ലൊരു ഇൻ്റർഡിപ്പെൻഡൻസും ഒക്കെ ഉള്ള ഗ്രൂപ്പുകളിലാണ് നന്നായിട്ട് വർക്ക് നടക്കുക. അല്ലാണ്ട് പരസ്പരം മത്സരബുദ്ധിയോട് കൂടിയിട്ട് പരസ്പരം നീയാണോ ഞാനാണോ വലുത് എന്നൊക്കെ നോക്കാം ഒരു അങ്ങനെയൊക്കെയുള്ളൊരു പൊട്ടാപ്പൊട്ടിയിലൊക്കെ പോണ ഗ്രൂപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ വർക്കൊക്കെ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഗ്രൂപ്പ് കൊഹിഷൻ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ തമ്മിലുള്ള ബന്ധം എന്നുള്ളതാണ് ഈ ഗ്രൂപ്പ് കൊഹിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പ് കൊഹിഷൻ നമ്മുടെ ഗ്രൂപ്പിൻ്റെ സൈസ്, ഗ്രൂപ്പിൻ്റെ എങ്ങനെയൊക്കെയാണ് അതിലെ ആൾക്കാർ തമ്മിലുള്ള ഇൻ്റർഡിപ്പെൻഡൻസ്, പിന്നെ പേഴ്സണൽ ഫാക്ടേഴ്സ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സോഷ്യൽ റിലേഷൻഷിപ്പ്, ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പ് കൊഹിഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളാണ്. പിന്നെ അതേപോലെ ഗ്രൂപ്പ് കൊഹിഷൻ കൊടുക്കുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? പ്രൊവൈഡിങ് സപ്പോർട്ട് ആൻഡ് ഫോസ്റ്ററിങ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോപ്പറേഷൻ, സ്ട്രെങ്തനിങ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഗ്രൂപ്പ് കൊഹിഷൻ നല്ല ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ, ആൾക്കാർ തമ്മിൽ നല്ല ബോണ്ട് ഉണ്ടാവും ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, നല്ലൊരു കോപ്പറേഷൻ ഉണ്ടായിരിക്കും, നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കും, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. ആകെ മൊത്തത്തിൽ ആ ഗ്രൂപ്പിന് നടക്കേണ്ട വർക്ക് നല്ല മര്യാദയ്ക്ക് നടന്നു പോകും. ഇനി കൊഹിഷൻ ഉണ്ടാവുന്ന ബാരിയേഴ്സ് എന്തൊക്കെയാണ്? ഗ്രൂപ്പ് കൊഹിഷൻ, നല്ലൊരു ഗ്രൂപ്പ് കൊഹിഷൻ ഉണ്ടാവാതിരിക്കാനുള്ള കാരണങ്ങൾ പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റുകൾ, കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗണുകൾ, പവർ സ്ട്രഗിളുകൾ, ടേൺ ഓവർ ഓഫ് മെമ്പേഴ്സ്, ഡിസഗ്രിമെൻറ്റ് ഓൺ ഗോൾസ്, നെഗ്ലക്ട് ഓഫ് പേഴ്സണൽ നീഡ്സ്, ഡോമിനേഷൻ, പുവർ ഗ്രൂപ്പ് ഇംപ്രഷൻ ആൻഡ് ക്ലിക്ക്. ഇതൊക്കെയാണ് ഗ്രൂപ്പ് ബാരിയേഴ്സ്. ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ ചില ഗ്രൂപ്പുകൾ ഉണ്ടാവുക. പിന്നെ അവിടെ ഒരു പവർ കോൺഫ്ലിക്റ്റുകൾ വരിക, എനിക്കാണ് കൂടുതൽ അധികാരം, അങ്ങനെയൊക്കെയുള്ള ഒരു അങ്ങനത്തെ പവർ കോൺഫ്ലിക്റ്റുകൾ, അതേപോലെ തന്നെ പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റുകൾ, ഈഗോകൾ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ശരിയാവാതിരിക്കുക. ഇതൊക്കെയാണ് ഗ്രൂപ്പ് കൊഹിഷൻ നല്ലപോലെ നടക്കാതിരിക്കാനുള്ള കാരണങ്ങൾ വരിക. ഇനിയിപ്പോൾ നല്ലൊരു ഗ്രൂപ്പ് കൊഹിഷൻ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതേപോലെ നമ്മൾ നല്ല ഇൻട്രാക്ഷൻ. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈഗോ ഒക്കെ മാറ്റി വയ്ക്കണം. ഗ്രൂപ്പിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക ഒരു ഗ്രൂപ്പ് വർക്ക് തന്നു കഴിഞ്ഞാൽ. പിന്നെ അവിടെ ഒരു ഇൻഡിവിജ്വൽ ആസ് എൻ ഇൻഡിവിജ്വലിന് അവിടെ ഒരു അങ്ങനെ ഒരു സ്പേസ് ഇല്ല. ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പാണ് നമ്മുടെ പ്രയോറിറ്റി. ഗ്രൂപ്പിൻ്റെ വർക്ക് നടക്കണം, ഗ്രൂപ്പിലുള്ള കാര്യങ്ങൾ നടക്കണം, അതൊക്കെയാണ് വേണ്ടത്. ഒരു ഗ്രൂപ്പ് പ്രൈഡ് ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ ശ്രമിക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് കൊഹിഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ഗ്രൂപ്പ് മൊറയിലാണ്. ഗ്രൂപ്പ് മൊറയിൽ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ ഒരു സ്പിരിറ്റ്, അവരുടെ ഒരു കോൺഫിഡൻസ്, അതെന്തൊക്കെയാണ്, അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ ഒരു സ്പിരിറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ്. മോറലിൽ നിന്ന് അത് ഡിഫറെൻ്റ് ആണ് മൊറയിൽ എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള ഹൈ മൊറയിൽ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ആൻഡ് എ സ്ട്രോങ് അറ്റാച്ച്മെൻറ്റ് ടു ഗ്രൂപ്പ് ഗോൾസ് ഓവർ പേഴ്സണൽ വൺസ്, ലീഡിങ് ടു ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് റെഡ്യൂസ്ഡ് അൺറെസ്റ്റ്. ഇപ്പോൾ ഈ ഗ്രൂപ്പ് കൊഹിഷൻ ആയാലും ഗ്രൂപ്പ് ഡൈനാമിക്സ് ആയാലും ഗ്രൂപ്പ് മൊറയിലായാലും മൂന്നും ഏതാണ്ട് ഒരുപോലെയാണ് കിടക്കുക. അപ്പോൾ ഗ്രൂപ്പ് മൊറയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ സ്പിരിറ്റ് എങ്ങനെയൊക്കെയാണ്, അങ്ങനെ നല്ലൊരു ഹൈ മൊറയിലാണുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രോങ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കും ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ ആയിട്ട്. ഗ്രൂപ്പിൻ്റെ ഗോളുമായിട്ടൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാവുക. അതേപോലെ നമ്മൾ എന്ത് ചെയ്യും? ഗ്രൂപ്പിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മുടെ പേഴ്സണൽ ഗോൾസിനേക്കാൾ ഗ്രൂപ്പിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നല്ലൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കും, ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കും. നമ്മുടെ ഗ്രൂപ്പ് മൊറലിനെ എഫക്റ്റ് ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, മെമ്പർ ബിഹേവിയർ. ഇതൊക്കെയാണ് ഗ്രൂപ്പ് മൊറലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി പറയാനുള്ളത് സോഷ്യോമെട്രിയാണ്. സോഷ്യോമെട്രി ജെ.എൽ. മൊറോയിനെയാണ് ഡെവലപ്പ് ചെയ്തത്. നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പ്, ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെയാണെന്ന് കാണിക്കുന്നതിന് അതിനെ പറ്റി പറയുന്നൊരു സ്റ്റഡിയാണ് സോഷ്യോമെട്രി എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇതിൽ തന്നെ ടാസ്കും ചെയ്യാനുണ്ടല്ലോ സൈക്കോളജിയിൽ തന്നെ, നമ്മൾ സോഷ്യോമെട്രി വെച്ചിട്ട്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു സർവേ ഒക്കെ നടത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റാർ ഉണ്ടാവാം. രണ്ട് പേര് തമ്മിൽ മ്യൂച്വൽസ് ആവാം, രണ്ട് പേര് പരസ്പരം കട്ട ബഡ്ഡീസ് ആയിട്ടുള്ള രണ്ട് പേര് അങ്ങോട്ടും എന്ത് തന്നെ ഉണ്ടായാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സെലക്ട് ചെയ്യില്ല, എന്ത് ചോദ്യം കൊടുത്ത്. അങ്ങനെ മ്യൂച്വൽസ് ഉണ്ടാവാം. മൂന്നോ അതിൽ കൂടുതലായിട്ടുള്ള ഗ്യാങ്ങുകൾ ഉണ്ടാവുന്ന, ക്ലിക്കുകൾ ഉണ്ടാവാം. ആരാലും ശ്രദ്ധിക്കപ്പെടാണ്ട്, ആരാലും അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാത്ത ചില ഐസൊലേറ്റ്സ് ഉണ്ടാവാം. ഇതൊക്കെയാണ് ഒരു സോഷ്യോമെട്രിയിൽ വരുന്ന ടൈപ്പുകൾ, ആൾക്കാർ. ഇവരെയൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സോഷ്യോഗ്രാം എന്ന് പറയും. ഇപ്പോൾ സോഷ്യോമെട്രി വരച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സോഷ്യോഗ്രാം വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ഒരു ക്ലാസ് റൂമിലുള്ള
ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സും ഗ്രൂപ്പ് കൊഹിഷനും ഒക്കെ മനസ്സിലാക്കാൻ, എങ്ങനെയൊക്കെയാണ് ക്ലാസ് റൂമിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യണത്, എങ്ങനെയൊക്കെയാണ് അത് വർക്ക് ചെയ്യണത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ഗ്രൂപ്പീസ് ഉണ്ടോ ക്ലാസ് റൂമിൽ, അല്ലെങ്കിൽ ആരെയെങ്കിലും ഏതെങ്കിലും കുട്ടികളെ ഒറ്റപ്പെടുത്തുന്നുണ്ടോ, ഐസൊലേറ്റ് ചെയ്യുന്നുണ്ടോ, മ്യൂച്വൽസ് ഉണ്ടോ, ക്ലിക്കുകളുണ്ടോ. ചിലപ്പോൾ ഈ ക്ലിക്കുകളൊക്കെ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ചിലത് നല്ല ഗ്യാങ്ങുകൾ ഉണ്ടായിരിക്കാം, ചില ഗ്യാങ്ങുകൾ നമ്മൾക്ക് ഇത്തിരി പ്രശ്നക്കാരായിട്ടുള്ള ഗ്യാങ്ങുകൾ ഉണ്ടാവും. അവരെയൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനൊക്കെ എന്തൊക്കെയാണ് നമ്മൾ നല്ലതാക്കാൻ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഈ സോഷ്യോമെട്രി സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് സഹായകമാവും. അടുത്തത് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആണ്. എഡ്യൂക്കേഷനിലുള്ള ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആണ്. ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ഉപദേശം എടുക്കണമായിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമ്മുടെ ലൈഫിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള വൊക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മളൊരു ഗൈഡൻസ് എടുക്കുക. അതിനെയാണ് ഗൈഡൻസ് എന്ന് പറയുക. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ബെറ്റർ സെൽഫ് അഡ്ജസ്റ്റ്മെൻറ്റിന്, നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു സെൽഫ് അഡ്ജസ്റ്റ്മെൻറ്റിന് അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ വേസ്റ്റേജും സ്റ്റാഗ്നേഷനും ഒക്കെ റെഡ്യൂസ് ചെയ്യും. അപ്പം നമ്മൾക്ക് തന്നെ ഒരു എഡ്യൂക്കേഷണൽ ഗൈഡൻസ്, നല്ലൊരു എഡ്യൂക്കേഷണൽ ഗൈഡൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചുള്ള ഒരു കോഴ്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല, വേസ്റ്റേജും സ്റ്റാഗ്നേഷനും ഉണ്ടാവില്ല. നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കോഴ്സിനൊക്കെ ചേരുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ പകുതി വഴിക്ക് ഇട്ടിട്ട് പോരുക, അല്ലെങ്കിൽ ക്ലാസ്സിന് പോകാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു വേസ്റ്റേജും സ്റ്റാഗ്നേഷനും ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നല്ലൊരു ഗൈഡൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ വേസ്റ്റേജിനും സ്റ്റാഗ്നേഷനും ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഗുഡ് സ്റ്റഡി ഹാബിറ്റ്സുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല സ്റ്റഡി ഹാബിറ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ, നല്ല പേഴ്സണൽ റിലേഷൻഷിപ്പുകൾ ഡെവലപ്പ് ചെയ്യാൻ, അതേപോലെ നമുക്കൊരു ഗോളൊക്കെ സെറ്റ് ചെയ്യാൻ ഈ ഗൈഡൻസുകൾ സഹായിക്കും. അതേപോലെ ഒരു കോഴ്സിൻ്റെ ഒരു കരിയർ ഓപ്ഷനൊക്കെ ബെറ്റർ ചോയ്സസ്, എഡ്യൂക്കേഷണൽ ആയാലും കരിയർ വൈസ് ആയാലും ഒക്കെ ബെറ്റർ ചോയ്സസ് എടുക്കാനൊക്കെ നമ്മളെ സഹായിക്കും ഈ ഗൈഡൻസസുകൾ. അതേപോലെ സോഷ്യൽ എഫിഷ്യൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ആയിക്കോട്ടെ, പ്രൊഫഷണൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിക്കോട്ടെ, ഈ പ്രോബ്ലംസിനൊക്കെ സോൾവ് ചെയ്യാൻ നമ്മളെ ഒരു പരിധിവരെ ഈ ഗൈഡൻസുകൾ സഹായിക്കുന്നുണ്ട്. ഇനി ഗൈഡൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ പോലും അതെന്താണ്, സ്ലോ പ്രോസസ്സാണ്. വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമില്ല. ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് പീപ്പിൾ. കുട്ടികളുടെ കംപ്ലീറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു എഡ്യൂക്കേഷണലും പേഴ്സണലും വൊക്കേഷണലും ഒക്കെ ആയിട്ടുള്ള ഗൈഡൻസുകൾ ഉണ്ടെന്ന്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റിന് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഗൈഡൻസുകൾ വരുന്നത്. ഒരു ഓർഗനൈസ്ഡ് സർവീസാണ്. എല്ലാവർക്കും കൊടുക്കാം ഗൈഡൻസ്, അതിലൊരു പക്ഷാഭേദവും ഇല്ല. എല്ലാവർക്കും ഗൈഡൻസുകൾ അവൈലബിൾ ആയിരിക്കും. സ്പെഷ്യലൈസ്ഡ് ആയിട്ടും ജനറലൈസ്ഡ് ആയിട്ടുള്ള സർവീസസുകളൊക്കെ ഉണ്ട്. ഇനി ഗൈഡൻസുകൾ ഏതൊക്കെ ടൈപ്പുകളുള്ളത്? പേഴ്സണൽ ഗൈഡൻസ് ഉണ്ട്. പേഴ്സണൽ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്റ്റർബൻസസുകൾ, നമ്മുടെ ഒരു വെൽബീയിങ്ങിനെയൊക്കെ, നമ്മുടെ ഒരു ഹെൽത്തിനെയൊക്കെ, മെൻ്റൽ ഹെൽത്തിനെയൊക്കെ എസ്പെഷ്യലി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗൈഡൻസ് എടുക്കുകയാണെങ്കിൽ അതിനെ പേഴ്സണൽ ഗൈഡൻസ് എന്ന് പറയും. ഇനി എഡ്യൂക്കേഷണൽ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യണം, ഏതൊക്കെ സ്കോളർഷിപ്പ് കിട്ടാം, അങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഗൈഡൻസ് ആണ് എഡ്യൂക്കേഷണൽ ഗൈഡൻസ്. അങ്ങനെയാണെങ്കിൽ വൊക്കേഷണൽ ഗൈഡൻസ് എന്താവും? വൊക്കേഷണൽ നമ്മുടെ വൊക്കേഷനെ സംബന്ധിച്ചിട്ട്, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഏത് ജോലിക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ ആ ജോലിയിലുള്ള ഹയർ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രൊമോഷൻസ് കിട്ടും, അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്ന ഗൈഡൻസ് ആണ് വൊക്കേഷണൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇനി സ്കൂളിലുള്ള ഗൈഡൻസ് സെല്ലിനെ പറ്റിയിട്ടാണ്. എല്ലാ സ്കൂളിലും ഒരു ഗൈഡൻസ് സെല്ല് നിർബന്ധമായിട്ടും വേണമെന്നാണ് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് ഗൈഡൻസ് സെല്ല് വിത്ത് ഒരു കൗൺസിലിംഗ് ടീച്ചർ അവിടെ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള റൂം ഉണ്ടായിരിക്കും. കോൺഫിഡൻഷ്യൽ ആയിട്ട് കുട്ടികൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള റൂം ഉണ്ടാവണം. അതേപോലെ ഈ ഗൈഡൻസ് സെല്ലിൻ്റെ ഓരോ ആക്ടിവിറ്റീസുകളും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡിൻ്റെ നേതൃത്വത്തിൽ അവർ മോണിറ്റർ ചെയ്യുന്ന രീതിയിൽ എല്ലാവരും സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. അവിടെ കളക്ട് ചെയ്യുന്ന ഡാറ്റകളൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കും വേണം. ഇനി കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഗൈഡൻസിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യാസമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതിലൊരു കൗൺസിലറും കൗൺസിലിയും ഉണ്ടായിരിക്കും. ഒരു പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുമായിട്ട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യുകയാണ്, പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ളൊരു ചർച്ചയൊക്കെയാണ് നമ്മൾ ഈ കൗൺസിലിംഗ് എന്ന് പറയുക.
GC Wren എങ്ങനെയാണ് കൗൺസിലിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. കൗൺസിലിംഗ് ഈസ് എ പേഴ്സണൽ ആൻഡ് ഡൈനാമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ്, ദ കൗൺസിലർ ആൻഡ് ദ കൗൺസിലി, ഇൻ ഓർഡർ ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ദ ലേറ്റർ വിത്ത് മ്യൂച്വൽ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലറും കൗൺസിലിയും തമ്മിലുള്ള ഡൈനാമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതിൽ കൗൺസിലിയുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗൺസിലറുടെ ഒരു ഹെൽപ്പ് എടുക്കാം. രണ്ടാളും കൂടിയിട്ട് എന്ത് ചെയ്യാണ്, കൗൺസിലിയുടെയാണ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത്. പക്ഷേ കൗൺസിലറും കൗൺസിലിയും കൂടി ചേർന്നിരുന്നിട്ടാണ് ആ സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അതാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഓഫേഴ്സ് വർത്ത് വൈൽ എക്സ്പീരിയൻസ് ടു ദ ലേണേഴ്സ്. ഇറ്റ് ഈസ് കോൺഫിഡൻഷ്യൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ കൗൺസിലർ ആൻഡ് കൗൺസിലി. കൗൺസിലറും കൗൺസിലിയും തമ്മിലുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആണ്. അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളോ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷനോ ഒന്നും ഒരു തേർഡ് പേഴ്സൺ അറിയുന്നില്ല. അത് അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു വർത്ത് വൈൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കൗൺസിലറും കൗൺസിലിയും തമ്മിലുള്ള. അവർ രണ്ടാളുടെയും മ്യൂച്വൽ കോൺഫിഡൻസും മ്യൂച്വൽ ട്രസ്റ്റിൻ്റെയും ബേസിസിൽ പോവാണ്. അപ്പം ഞാനൊരു കൗൺസിലറെ കാണുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് പുറത്തറിയില്ല, അത് ഞങ്ങളുടെ രണ്ടാളുടെ ഉള്ളിൽ നിൽക്കുന്നുള്ളൊരു ട്രസ്റ്റും ആ ഒരു കോൺഫിഡൻസിൻ്റെ ബേസിസിലൊക്കെ പോകുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. അതേപോലെ കൗൺസിലിംഗാണ് അവിടെ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക കൗൺസിലിംഗാണ്. കൗൺസിലിയുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനാണ് കൗൺസിലറുടെ അടുത്ത് വരിക. അപ്പോൾ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് അങ്ങനെ സ്ട്രക്ചർഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതേപോലെ കൗൺസിലിങ്ങിനെ പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. അവിടെ കൗൺസിലർ എന്തായിരിക്കും, ഒരു ട്രെയിൻഡ് പേഴ്സണൽ ആയിരിക്കും. അതേപോലെ കൗൺസിലിക്ക് ഇങ്ങനെ ഒരു കൗൺസിലിംഗ് സെഷനൊക്കെ കഴിഞ്ഞാൽ ബെറ്റർ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. അതേപോലെ ഒരു സെൽഫ് റിയലൈസേഷനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കൗൺസിലിംഗ് പ്രോസസ്സ് സഹായിക്കും. ഈ ടൈപ്സ് ഏതൊക്കെയാണ് പറയുന്നത്? ഒന്നാമത്തത് ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആണ്. ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ കൗൺസിലർ സെൻറ്റേർഡ് ആയിരിക്കും. അവിടെ കൗൺസിലറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. കൗൺസിലർ പറയും, കൗൺസിലി അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. കൗൺസിലറാണ് മോസ്റ്റ് ഓഫ് ദ ടൈം അവിടെ സംസാരിക്കുന്ന ആളുണ്ടാവുക, കൗൺസിലർ ആയിരിക്കും. ഇനി നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കൗൺസിലിക്കാണ് എംഫസൈസ്. കൗൺസിലി സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആണ് നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിയാണ് അവിടെ ഒരു ആക്റ്റീവ് റോൾ എടുക്കുക. അവിടെ അയാൾക്കൊന്ന് ചിലപ്പോൾ ഈ കൗൺസിലിക്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ആൾക്ക് ചിലപ്പോൾ ഒന്ന് ഒരു കേൾക്കാനൊരാൾ എന്നുള്ള രീതിക്കാവും വരുന്നത്. തൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാനൊരാൾ മാത്രമേ വേണ്ടി വരുള്ളൂ ഈ കൗൺസിലറെ കൊണ്ടിട്ടൊക്കെ. അയാൾക്ക് തന്നെ സ്വന്തമായിട്ട് ജഡ്ജ്മെൻറ്റ്സ് നടത്താനും ഡിസിഷൻ എടുക്കാനൊക്കെ ഒരു പരിധി വരെ കഴിവുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കൊടുക്കുക ഈ കൗൺസിലറെ കൊണ്ട് വേണ്ടി വരുള്ളൂ. അതാണ് ഈ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. എക്ലക്റ്റിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റീവിൻ്റെയും നോൺ ഡയറക്റ്റീവിൻ്റെയും ഫീച്ചേഴ്സിനെ ഉൾക്കൊള്ളുന്നതാണ് എക്ലക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. രണ്ടുപേർക്കും ഇപ്പോൾ കൗൺസിലർ ആയാലും കൗൺസിലി ആയാലും നെയ്തർ ടു ആക്റ്റീവ് നോർ ടു പാസീവ്, രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് വരുന്നതാണ് ഈ എക്ലക്റ്റിക് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ 5ാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളൊന്ന് ഓടിച്ച് റിവൈസ് ചെയ്ത് വിട്ടു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്